ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതും. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു കേട്ടോ. വാഗമൺ വ്ളോഗ് എവിടെയെന്ന് ചോദിച്ചാൽ എനിക്ക് കുറേ മെസ്സേജസ് ഇപ്പോൾ വരാറുണ്ട്. എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം അതങ്ങനെ കിടക്കായിരുന്നു. പിന്നെ തിരക്കുണ്ടായിരുന്നു കേട്ടോ, അതും ഒരു റീസണാണേ. അങ്ങനെ നമ്മൾ രാവിലെ ഒരു 7:30-8 മണിക്ക് ഇറങ്ങണമെന്ന് എൻ്റെ ഹസ്ബൻഡ് മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം എന്താ പറയുക, പിള്ളേരെയും കിട്ടിപ്പെറുക്കി ഇറങ്ങി. അപ്പോൾ അതേ പമ്പിൽ വെച്ച് കണ്ട ഒരു അമ്മാമ്മയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചാക്കോ. ചാക്കോ തനിയെ അപ്പക്കുട്ടനാണ് കേട്ടോ. അപ്പ എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കോപ്പി അടിക്കും കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഹെയർ പിൻ കയറുക അതിനോട് വലിയ താല്പര്യം ഇപ്പോൾ ഇല്ല, കാരണം പിള്ളേർക്ക് പറ്റാറില്ല. എനിവേ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. എനിക്ക് സത്യം പറഞ്ഞാൽ എല്ലാവരുമായിട്ട് ഒന്നിച്ച് പോകുന്നതാണ് എനിക്ക്, പോയി പോയി അങ്ങനെയാണ് എനിക്കിഷ്ടം. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം ഞങ്ങൾ തന്നെ എവിടെയും പോയിട്ടുണ്ടാവില്ല. ഇവൻ ഞങ്ങൾ ഹണിമൂണിന് പോലും പോയിട്ടുണ്ടാവില്ല. പിന്നെയും ഞങ്ങൾ പാമ്പനാർ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ട്. ഡോൺ ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടിൽ പോയിട്ടുണ്ട്. അന്ന് തോമുണ്ട് ഞങ്ങളുടെ കൂടെ. അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇതുവരെ എവിടെയും റിസോർട്ടുകളിലും സ്റ്റേക്കേഷനും നമ്മൾ തന്നെ പോയിട്ടില്ല. എപ്പോഴും നമ്മൾ ഒന്നിച്ചാണ് പോവാറ്. സോ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും തോമൂനുണ്ടായിരുന്നു കേട്ടോ. തോമൂന് എന്താ എന്താ മമ്മി വരാത്ത, എന്താ ഡിമ്പിൾ വരാത്ത, എന്താ ഡാഡി ഇല്ലാത്ത, പാച്ചു ഇല്ലാത്ത, അങ്ങനെ കുറേ ചോദ്യങ്ങളായിരുന്നു. മൂപ്പര് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് മൂടിയാണ്. കാരണം അവൻ്റെ വിചാരത്തിൽ എല്ലാവരും ഉണ്ടെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ചാക്കോ ഫ്രണ്ടിലിരിക്കും, ഞാനും തോമും ബാക്കിലിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ യാത്ര പോയാലും ഇവിടെ ഇറങ്ങാറുണ്ട് കേട്ടോ. ഈ പള്ളിയിൽ നമ്മൾ ഇറങ്ങി പ്രാർത്ഥിച്ചിട്ടാണ് പോവാറ് കേട്ടോ. അപ്പോൾ അതേ തോമു കാറിലിരുന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അതെ, ചാക്കോ ആ മഞ്ഞക്കാറും കൊണ്ടാണ് ആ 2 ദിവസം ജീവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് യാത്ര തുടരാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതെവിടെയാണ്, ചാലക്കുടിയിലാണോ ഈ ഒരു ആര്യസ്? എന്തായാലും ഇവിടെ നല്ല കുറച്ച് പാർക്കിംഗ് സ്പേസ് കാര്യമുണ്ട്. അധികം എന്താ പാർക്കിംഗ് സ്പേസ് ഉള്ളതുകൊണ്ട് തന്നെ തിരക്കില്ലാത്ത പോലെ തോന്നും, പക്ഷെ അകത്ത് ചെല്ലുമ്പോൾ നിറച്ച ആൾക്കാരാണ് കേട്ടോ. അങ്ങനെ നമ്മളവിടെ ചെന്നിട്ട് രാവിലെ അധികം ഫുഡ് അടിക്കേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നെയ് റോസ്റ്റ് വാങ്ങിച്ച് പിള്ളേർക്ക് പേപ്പർ റോസ്റ്റ് വാങ്ങിച്ചു. നെയ്യൊന്നും ഇല്ലാണ്ട് യാത്ര ചെയ്യുന്നതല്ലേ, നെയ്യൊന്നും അടിച്ച് കേട്ടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ചാക്കോന് വട ഇഷ്ടമാണ്. അപ്പോൾ ചാക്കോനൊരു വടയും പറഞ്ഞു. ഞങ്ങൾ വട കഴിച്ചില്ല കേട്ടോ. അങ്ങനെ ദേ ആദ്യമേ കൊണ്ടുവച്ചത് ചമ്മന്തിയാണ്. കൊള്ളാലോ. അങ്ങനെ ആരും വെക്കാറില്ല പൊതുവേ. നമ്മൾ ചോദിക്കുമ്പോൾ കൊണ്ട് ഡൈൻ ചെയ്യും എന്നല്ലാണ്ട് എനിക്കിതുവരെ അറിയില്ല കേട്ടോ. അപ്പോൾ ഇത് തോമുൻ്റെ കാറാണ്. 2 പേർക്ക് 2 കാർ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയുക, ഭയങ്കര എക്സ്പ്ലനേഷനാണ്. അത് അങ്ങനെയാണ്. എൻ്റെ കാറിൻ്റെ ഡോറ് തുറക്കും, ഡിക്കി തുറക്കും, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. 2 പേർക്കും കാർ ഇഷ്ടമാണ്. പക്ഷെ കുറച്ചും കൂടെ ക്രേസ് ചാക്കോയ്ക്കാണെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു നിലപാട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ചാക്കോന് ഫുൾ ടൈം ഇത്. ഇന്ന് പോലും സ്കൂളിൽ പോകുമ്പോൾ കാർ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ നിന്ന് വഴക്കുണ്ടാക്കിയാൽ മേടിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞു, കരയായിരുന്നെന്ന് പറഞ്ഞു കേട്ടോ. എന്തെങ്കിലും ആട്ടെന്ന് ഞാനും വിചാരിച്ചു. പോകുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തിരിച്ചു കൊടുക്കാൻ, അപ്പോൾ കൊടുത്തില്ലെന്ന് പറഞ്ഞു. ഡാഡി പറഞ്ഞു അത് മേടിച്ചപ്പോൾ കരഞ്ഞു എന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് പൊതുവെ പാച്ചില്ലാതെ വരുമ്പോൾ മടിയാണ് കേട്ടോ. സ്കൂളിൽ പോകണ്ട മടി. ഇന്ന് പോകണ്ട, തോമ്പ് വരുമ്പോഴേ പറയും നാളെ പോകണ്ട. ഞാൻ വെച്ചു എന്താണ് റീസൺ? പാച്ചു ഇല്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ ദേ തോമു ഇരുന്ന് കഴിക്കുന്നുണ്ട്, ചാക്കോ ഇരുന്ന് കഴിക്കുന്നുണ്ട്. ചാക്കോ ഐസ്ക്രീം ദോശയുമാണ് കഴിക്കുന്നത് കേട്ടോ, മാച്ച് ചമ്മന്തിക്ക് പകരം. അങ്ങനെ നമ്മൾ അവിടുന്ന് വീണ്ടും യാത്ര തുടങ്ങിയത് ആന പോകുന്നുണ്ട്. പണ്ട് പറയും നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആനയുടെ ബാക്ക് കാണുന്നത് നല്ലതാണെന്നൊക്കെ പറയട്ടെ. എനിക്കറിയില്ല എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ചാക്കോ അതേ ഭയങ്കര ആവേശത്തോടെ, ഇത്രയും എന്താ പറയുക അടുത്തടുത്തല്ലേ, അപ്പോൾ അതിനെ വിളിച്ചുകൊണ്ടിരിക്കുക, ആനയെ ആനയെന്നൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് നല്ല ടെൻഷനായിരുന്നു. ദൈവമേ ഇവിടെ അടുത്തൊന്നുമല്ല. നമ്മൾ കൂടുതലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഒരു എറണാകുളം അതിരപ്പള്ളി ആ ഒരു റേഞ്ചിലാണ് നമ്മൾ സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യാറ്. പിന്നെ നമ്മൾ ലോങ് പോയിട്ടുള്ളത് വയനാടാണ്. അന്ന് പിന്നെ ചാക്കോ ഇല്ല, തോമു മാത്രമേ ഉള്ളൂ. 2 പ്രാവശ്യം പോയപ്പോഴും തോമു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. തിരിച്ച് വരുന്ന വീട്ടിൽ കയറണ വരെ എനിക്ക് ആ ഒരു അങ്കലാപ്പ് കാണും കേട്ടോ, എവിടെ പോയിട്ട് വന്നാലും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ആ ഒരു സർജറിയുടെ സമയത്തും ഇതാണ് നമ്മൾ നിഹാൽ പറഞ്ഞിട്ട് ന്യൂസ് പേപ്പർ യൂസ് ചെയ്യാൻ തുടങ്ങി. അതൊരു നല്ലൊരു ഐഡിയ ആയിരുന്നു കേട്ടോ. ഞാൻ പറയായിരുന്നു എത്ര പമ്പിൽ കയറി എൻ്റെ സമയം കളഞ്ഞിട്ടുണ്ട് ഞാനെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അത് വർക്കൗട്ട് ചെയ്തു. അങ്ങനെ നമ്മളിത് കുന്നുകളും കയറി തുടങ്ങി കേട്ടോ. നമ്മൾ വാഗമണ്ണാണ് പോയിരുന്നത്, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഡോൺ ചാൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടിലാണ് പോയത്. സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞൊരു റിസോർട്ടാണ്. അതിൻ്റെ അടുത്തൊരു പേരും കൂടി ഉണ്ട്. ഞാൻ അത് ഒന്നും കൂടെ ഓർത്തിട്ട് പറയാം കേട്ടോ. എന്താ പറയുക, ഒരു വലിയ കുന്നിൻ്റെ മുകളിലാണ് ഈ ഒരു റിസോർട്ട് വരിക. കുന്നിൻ്റെ മീൻസ് നല്ല അതൊരു എ ഫ്രെയിമിലാണ് ഈ ഒരു ബിൽഡിങ്ങൊക്കെ വരിക കേട്ടോ. ഞാൻ കാണിക്കാം. ഞാൻ അതിനു മുമ്പ് എക്സ്പ്ലെയിൻ ചെയ്തത്, കാരണം വീഡിയോയ്ക്ക് അത്ര ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് ഞാനിത് വീഡിയോ എടുക്കണം എന്നൊന്നും വിചാരിച്ച് തുടങ്ങിയതല്ല. പിന്നെ ഡോൺ ചേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് എടുത്തതാണ്. കാരണം നമ്മളൊരു പീസ്ഫുൾ മൈൻഡിലാണല്ലോ പോണത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ എടുത്ത് മിക്സ് ആക്കണ്ടല്ലോ എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷേ ഡോൺ ചേട്ടൻ പറഞ്ഞു എന്തായാലും നീ പോവല്ലേ.
നമ്മുടെ ജോസഫ് മൂവിയിൽ കാണിക്കുന്ന ഒരു ഇതാണ് കേട്ടോ, മറ്റേ വൈഫ് മറിഞ്ഞ് വീഴുന്നിടത്തൊരു കടയുണ്ടാവില്ലേ, ആ കടയാണ് കേട്ടോ ആ കട. അങ്ങനെ എന്താ പറയുക, നല്ല വെയിലാണ് കേട്ടോ. ഇവിടുന്ന് വലിയ കാര്യത്തിൽ പോയത്, അവിടെ അതിനേക്കാളും വലിയ ചൂടായിരുന്നു, ഒരു രക്ഷയുണ്ടായില്ല. അങ്ങനെ നമ്മളിതേ ഒരു സ്ഥലത്ത് ഇറങ്ങി കേട്ടോ, കാരണം അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ എവിടെയും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കാല് നീട്ടാന്ന് പറഞ്ഞ് അതായത് കടകളും ഒന്നുമില്ലാത്തൊരു സ്ഥലത്ത് ഇറങ്ങി ജസ്റ്റ് ഇതേ ഫോട്ടോ എടുത്തു, ഡോൺ ചേട്ടൻ്റെ വക വീഡിയോയും കാര്യങ്ങളും ഒക്കെ എടുത്തു. ചാക്കോ അപ്പോഴത്തേനും പിണങ്ങി കേട്ടോ, ചാക്കോ നിസ്സാര കാര്യത്തിനൊക്കെ പിണങ്ങും. അങ്ങനെ നമ്മൾ വാഗമൺ സെൻറ്റർ എത്തിയപ്പം ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ലഞ്ച് നല്ല ഒരു അടിപൊളി മീൽസ് കഴിച്ചു. കാരണം ഡോൺ ചേട്ടൻ അങ്ങനെ മീൽസ് വാങ്ങിച്ച് കഴിക്കാറില്ല, ഞാൻ പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വാങ്ങിച്ചാൽ അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. ബീൻസ് തോരനും അവിയലും വെണ്ടയ്ക്ക തീയലും ഒക്കെ ആയിട്ട്. ഇത് ഞാൻ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്ത് പറയാൻ കാരണം നല്ല ടേസ്റ്റ് ആയിരുന്നു, വേർത്തി ആയിരുന്നു, അഫോർഡബിൾ ആയിരുന്നു കേട്ടോ. ഇത് വാഗമൺ സെൻറ്ററിൽ തന്നെയാണ് ഈ ഒരു ഹോട്ടൽ വരുന്നത്. ഹോട്ടലിൻ്റെ പേര് ചിന്നൂസ് എന്നാണ് കേട്ടോ. നല്ല തിരക്കാണ്, ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലിൽ, അതായത് ഈ റിസോർട്ടുകളിലേക്ക് ഫുഡ് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് കേട്ടോ ഇതിൻ്റെ ഔട്ടർ. അപ്പോൾ മെയിൻ റോഡിൽ തന്നെയാണ് ചിന്നൂസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ട് പാർക്കിങ്. ഇതല്ലാണ്ട് അവർക്ക് വേറൊരു പാർക്കിങ് അതിൻ്റെ അപ്പുറത്തുണ്ട്. അപ്പോൾ നിങ്ങൾ വാഗമണ്ണ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സ്പോട്ടിൽ പോയിട്ട് ലഞ്ച് കഴിച്ചോളൂ കേട്ടോ. ലഞ്ച് ബിരിയാണിയും എല്ലാം ഉണ്ട് അവിടെ. ഞങ്ങൾ മീൽസ് നാടൻ ഊണാണ് കഴിച്ചത്, അതും വളരെ അഫോർഡബിൾ റേറ്റിൽ നല്ല വേർത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു. നല്ല നീറ്റായിട്ടുള്ളൊരു ഹോട്ടലായിരുന്നു. കാരണം ബാക്ക് ടു ബാക്ക് ആൾക്കാർ, ഫോറസ്റ്റുകാർ വരെ കഴിക്കാൻ വരുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ടിലൊക്കെ ഹോട്ടലുണ്ടെങ്കിലും കുറച്ചും കൂടെ റഷ് ഫീൽ ചെയ്തത് ഇവിടെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുന്നും അങ്ങോട്ട് പോകുമ്പോൾ ഉള്ള കയറ്റാണ് കേട്ടോ. ജസ്റ്റ് നല്ല നല്ല ഹൈറ്റിലാണ് ഈ ഒരു റിസോർട്ട് നിൽക്കുന്നത് കേട്ടോ. ഒരു എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആദ്യത്തെ ടോളസ്റ്റ് എ ഫ്രെയിമുള്ള റിസോർട്ട് ഇതാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ആധികാരികമായിട്ട് പറയുന്നില്ല, ഇനിയിപ്പം എന്തെങ്കിലും ഞാൻ പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ എന്നെ ചൊറിയാൻ വരാം, അതുകൊണ്ട് ഞാൻ പറയണില്ല. എന്താ പറയുക, നമ്മൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോയിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്പേസാണ്. നമ്മളവിടെ കയറി അവിടെ മാത്രമായിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ അവർ കുറേ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല സ്പേഷ്യസ് ആണ്, പിന്നെ എവിടെ നോക്കിയാലും പ്രകൃതി ഭംഗിയുമാണ്. അങ്ങനെ കുറേ ഇതാണ് കേട്ടോ റിസോർട്ട്. നമ്പറും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. കണ്ടോ എന്താ ഭംഗി കാണാനായിട്ട്. നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് കയറി അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെയുള്ള വ്യൂ ആണ് കേട്ടോ. മൊട്ട വെയിലായിരുന്നു കേട്ടോ, ഒരു സംശയമില്ല, മൊട്ട വെയിലായിരുന്നു. അപ്പം നമുക്ക് കുറേ റൂംസ്, താഴത്തെ ഫ്ലോറിൽ 3 റൂംസ് വരുന്നുണ്ട്, മുകളിലുണ്ട്. നമ്മൾ ഏറ്റവും ടോപ്പിൽ രണ്ടാമത്തെ അല്ലല്ലോ, 1, 2, 3 നിലയിലായിരുന്നു കേട്ടോ. പിള്ളേർ വന്നോണ്ട് ബാൽക്കണി തുറന്ന് ഇറങ്ങി കേട്ടോ. സേഫാണ് കേട്ടോ, ബാൽക്കണിയൊക്കെ നല്ല പക്ക സേഫാണ്. പിള്ളേർക്ക് സേഫായിട്ട് നിന്ന് കളിക്കാൻ, വർത്താനം പറയാം ഒക്കെ ചെയ്യും. അങ്ങനെ ഞങ്ങൾ വേഗം ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച്, ഇരുട്ടാവുന്നതിന് മുമ്പേ ചുറ്റി കാണാമെന്ന് വിചാരിച്ചത് ഇറങ്ങി കേട്ടോ. കണ്ടോ എന്താ ഭംഗിയല്ലേ, പ്രകൃതി ഭംഗി. നമ്മൾ വരച്ച് വെക്കാന്ന് പറയില്ലേ, ആ ഒരു ഇഫക്റ്റ് ആയിരുന്നു കേട്ടോ അതിനുണ്ടായിരുന്നത്. അപ്പോൾ സൺസെറ്റിൻ്റെ സമയമായിരുന്നു. അപ്പം സൺ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒളിക്കുക, വരിക, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അവിടെ വെച്ച് ഡോൺ ചേട്ടൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡോൺ ചേട്ടൻ്റെ ഫോട്ടോസ് എടുക്കാനായിട്ട്. അങ്ങനെ എന്താ പറയുക, അവിടെ പൂളും കാര്യങ്ങളുണ്ടായിരുന്നു. ഓൾറെഡി അവർക്ക് അവിടെ ഗസ്റ്റ് ഉണ്ട്, അപ്പോൾ ആ ഗസ്റ്റ് മാറിയിട്ട് വേണം നമ്മൾക്ക് കയറാം. ഹോഴ്സ് റൈഡിങ് ഉണ്ട്. പിന്നെ ഈ പിള്ളേർ ഈ ബൈക്ക്, എൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ, ഞാനിത് ഇനി ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത ആൾക്കാർ പറയും നിങ്ങൾ പ്രൊമോഷന് പോയതാണ്, അതിനേക്കാളും പെട്ടെന്ന് നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇവർക്ക് ഇഷ്ടമാവുന്ന കുറച്ച് ഈ എന്താ പറയുക ഇതിന് എനിക്കറിയില്ല, ആ സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ കുറേ കാര്യങ്ങൾ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിലൊക്കെ കൊണ്ടുവന്ന് പണി സമ്മതിക്കണം കേട്ടോ. കാരണം ഭയങ്കര ഭംഗിയാണ്. നമ്മൾ ഈ വീടൊക്കെ പണിയുമ്പോൾ ലോഡ് കണക്കിന് സാധനം കൊണ്ട് ഇങ്ങനെ കൊണ്ടുവരുന്നു എന്നൊക്കെ ഞാൻ ആലോചിച്ചു കേട്ടോ. ഭയങ്കര ഭംഗിയിൽ ഓരോ മുക്കും മൂലയും ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നിങ്ങൾ ഈ റീൽസ് ഡോൺ ചേട്ടനെ കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഞാൻ വലിയ കാര്യത്തിലെടുത്ത ആൾ. നിങ്ങൾക്ക് ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഓരോ സ്ഥലത്ത് ഇപ്പം വ്യൂ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കണമെങ്കിൽ അങ്ങനെയുണ്ട്. അങ്ങനെ കുറേ സ്പോട്ടുകൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പൂളായിക്കോട്ടെ, എന്തും അടിപൊളിയാണ് കേട്ടോ. ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് പക്കയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ടാണ് കേട്ടോ. കാരണം നമുക്ക് വേറെ ശല്യങ്ങളൊന്നുമില്ല, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ്. ഒച്ചയും ബഹളം, ഒച്ച കാണും കേട്ടോ, നല്ല ഒച്ച കാണും, ചീവിടേണ്ടി ആണെന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ പ്ലേ ഏരിയ, അങ്ങനെ കുറേ മറ്റേ ഷട്ടിൽ ഒക്കെ അവർ സെറ്റ് ഭയങ്കര ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ, സമ്മതിച്ചു. കാരണം നമ്മൾ പറയത്തില്ല, നമ്മുടെ വീട്ടിലേക്ക് വീട് പണിയുമ്പോൾ സാധനങ്ങൾ കൊണ്ടിറക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുന്നു, അതുപോലെ എന്ത് കഷ്ടപ്പെട്ടിട്ടായിരിക്കും അവരിത് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് കേട്ടോ പൂള്. പിള്ളേർക്കുള്ള പൂളും ഉണ്ട്, വലിയ പൂളും ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ പിള്ളേർ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഗസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. വെരി നെക്സ്റ്റ് ഡേ ഉള്ള മോർണിംഗ് ആണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നുണ്ട്, കോൺഫ്ലെക്സും
ഒക്കെയുണ്ട്. മുട്ടയുണ്ടായിരുന്നു, ബ്രെഡും ജാമും. അപ്പം ദോശ, ഇഡ്ഡലി, ചമ്മന്തി, സാമ്പാർ നല്ല നാടൻ ഫുഡാണ് കേട്ടോ. നിങ്ങൾക്ക് എന്താണോ ആവശ്യം അത് പറഞ്ഞാൽ അവർ ചെയ്തു തരും. ഇത് കോംപ്ലിമെൻ്ററി ആണോ ഇല്ലയോ എന്നൊന്നും ഞാൻ ഓർക്കണില്ല. ഡോൺ ചേട്ടനെ അത് അറിയുള്ളൂ. അപ്പോൾ അതേ പിള്ളേർ മുട്ട കഴിക്കുന്നുണ്ട്. ഡോൺ ചേട്ടൻ ദോശയും നല്ല തേങ്ങ നമ്മുടെ നാടൻ തേങ്ങാ ചമ്മന്തി നല്ല അടിപൊളി ചായ കുടിച്ചു. ഞാൻ കുറേ നാളായി കോൺഫ്ലെക്സ് കഴിച്ചിട്ട്. അപ്പോൾ കോൺഫ്ലെക്സും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ നല്ല കോടയായിരുന്നു കേട്ടോ. ഞാനത് ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലേക്കുള്ള വീഡിയോയെ ഞാൻ എടുത്തിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇനി ഒട്ടും താല്പര്യമില്ലാണ്ട് എടുത്ത് തുടങ്ങിയതാണ്. അതുകൊണ്ട് അവിടെ ഇവിടെ ഉള്ളൂ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു 1 ഡേ നമ്മൾ സ്റ്റേ ചെയ്തുള്ളൂ. തോമു അന്ന് തൊട്ട് നമ്മളൊരു ഹോട്ടൽ ഏതാണെന്ന് ചോദിക്കുക, ഒരു ജീപ്പുകാരനോട് ചോദിച്ചപ്പോൾ തൊട്ട് പറഞ്ഞതാണ് എനിക്ക് ജീപ്പ് സഫാരി പോകണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വന്നപ്പോൾ എവിടെയൊക്കെ പോകുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ നമ്മുടെ ചന്ദ്രയുടെ വീട്ടിൽ പോകുന്നുണ്ട്, നമ്മുടെ ലോകയിൽ ചന്ദ്രയുടെ വീട്ടിൽ പോകുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ട് തോമു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. തോമുവിന് പോകണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കൊച്ചിൻ്റെ ആഗ്രഹമല്ലേ അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ച് നമ്മളൊരു ജീപ്പിൽ പോയി. ആ ജീപ്പിലെ ഡ്രൈവറും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അരുൺ നല്ല ഭംഗിയിൽ, എന്താ പറയുക, നമുക്ക് അധികം നമ്മൾ പിള്ളേരുള്ളതുകൊണ്ട് തന്നെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ കെയർഫുള്ളായിട്ട് ഞങ്ങളെ സേഫായിട്ട് കൊണ്ടുപോയി. അപ്പോൾ നിങ്ങളും വാഗമണ്ണ് വരുമ്പം ജീപ്പ് സഫാരിക്ക് പോകണമെങ്കിൽ ഉറപ്പായിട്ടും അരുണിനെ കോൺടാക്ട് ചെയ്യാം. അരുണിൻ്റെ നമ്പർ ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. ചാക്കോ ഇപ്പോഴൊക്കെ ഭയങ്കര ധൈര്യമാണ്. പിന്നെ ഒരു കണ്ണ് പൊതുന്നൊരു സീനുണ്ട്, അതെനിക്ക് തോന്നുന്നു ഡോൺ ചേട്ടൻ്റെ കയ്യിലാണ് ആ ഒരു വീഡിയോ ഉള്ളതെന്ന് തോന്നുന്നു. എനിവേ നല്ലൊരു ജീപ്പ് സവാരി ആയിരുന്നു കേട്ടോ. ഞാൻ സംഭവം ഇടുക്കിക്കാരിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഞാനിതുവരെ പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ട്രിപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾക്ക് നല്ല വാഗമണ്ണ് വരുമ്പോൾ നല്ലൊരു ജീപ്പ് സവാരി വേണമെങ്കിൽ ഉറപ്പായിട്ടും അരുണിനെ കോൺടാക്ട് ചെയ്യുക. അരുണിൻ്റെ ഫോൺ നമ്പറും വെക്കാം. അതുപോലെ അരുണിന് ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. അതുപോലെ റിസോർട്ടിൻ്റെ ഡീറ്റെയിൽസും ഞാൻ മെൻഷൻ ചെയ്യാം കേട്ടോ. എന്തായാലും വെക്കേഷനാണ്, പിള്ളേരൊക്കെ ആയിട്ട് ഒന്ന് മാറി നിൽക്കണം, ഒന്ന് എൻജോയ് ചെയ്ത് വരാമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്പോട്ടിലേക്ക് പോകണം. ഇനി ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് ചില്ല് ചെയ്യാൻ പറ്റിയ അറ്റ്മോസ്ഫിയർ കണ്ടുപിടിക്കണം, അല്ല മീൻസ് പോകണമെന്നുണ്ടെങ്കിൽ വാഗമണ്ണൊക്കെ എടുക്കുക. രാവിലെ നല്ല കോടയാണ് കേട്ടോ. ചൂട് എന്താ പറയുക, നമ്മുടെ ഇവിടുത്തെ പോലെ കൊടും ചൂടല്ല, വെയിലുണ്ടെങ്കിലും ചൂട് നമുക്ക് അറിയണില്ല. പക്ഷെ എന്താ പറയുക, നമുക്ക് ഉണ്ട് ഇത്രയും നാൾ എനിക്ക് ഇത്രയും ഒരു ചൂട് ഹൈ റേഞ്ചിൽ വരും എന്നുള്ള ഒരു പ്രതീക്ഷ എനിക്ക് സത്യം പറഞ്ഞാൽ ഇല്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു 5-6 സ്പോട്ടിൽ ഇവർ കൊണ്ടുപോകും. മലയുടെ മുകളിൽ, സൂയിസൈഡ് പോയിന്റിൽ, അതുപോലെ ഈ ചന്ദ്രയുടെ അവിടെ ഒക്കെ നമ്മളെ കൊണ്ടുപോകും കേട്ടോ. വേർത്തിയാണ്, നഷ്ടമല്ല. പിള്ളേർക്കും അല്ലെങ്കിൽ നമുക്ക് പിള്ളേർക്കൊക്കെ എനിക്ക് തോന്നുന്നു ഏജ്ഡ് ആയിട്ടുള്ളവർക്ക് വലിയ സുഖം ഉണ്ടാവില്ല. കാരണം ഈ മലയൊക്കെ കയറുമ്പോൾ ജസ്റ്റ് ഒന്ന് കുലുങ്ങും. എന്നാലും ഓക്കെ ആയവർക്ക് കയറാം. പക്ഷെ നമുക്കിഷ്ടാവും. മോസ്റ്റ്ലി നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടം. കാരണം പിള്ളേർ ഇപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അരുണിൻ്റെ ജീപ്പ്. അപ്പോൾ ജീപ്പിൻ്റെ ഫോട്ടോസും കാര്യം ചാക്കോ പറഞ്ഞില്ല, തോമുക്കുട്ടൻ പറഞ്ഞിട്ട് എടുത്താണ്. തോമുവിനും ജീപ്പ് അങ്ങ് നന്നേ ബോധിച്ചു. എന്തോരം ജീപ്പുകളാണെന്നറിയാമോ, ഇഷ്ടം പോലെ ജീപ്പുണ്ട് കേട്ടോ. ഞങ്ങൾ ശരിക്കും ഒരു ഫ്രണ്ടിൻ്റെ ജീപ്പിൽ കയറിപ്പോയ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ. കാരണം അത്രയും ഫ്രണ്ട്ലി ആയിട്ടാണ് അരുൺ ഞങ്ങളോട് ഇടപെട്ടതും പിള്ളേരെ ടേക്ക് കെയർ ചെയ്തും. അരുണിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല, പക്ഷേ അരുൺ പിള്ളേരുടെ ഫോട്ടോ, ഞങ്ങളുടെ ഫാമിലി ഫോട്ടോ ഒക്കെ ഭയങ്കര ഭംഗിയിൽ അരുൺ ചെയ്തു തന്നു കേട്ടോ. അപ്പം അരുൺ ഈ വീഡിയോ കാണുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. ഡോൺ ചേട്ടൻ പറഞ്ഞിട്ട് ഞാൻ ഡോൺ ചേട്ടൻ നമ്പർ മേടിച്ച് തന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ഇത് വീഡിയോയിൽ വെച്ചോ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ടു. കാരണം നമ്മൾക്ക് ഇഷ്ടമായതുകൊണ്ടാണല്ലോ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാവരുമായിട്ട് ഒന്നും കൂടെ വാഗമണ്ണ് പോകണമെന്നൊക്കെ ഞങ്ങൾക്കൊരു ആഗ്രഹമുണ്ട്. ഇതാണ് നമ്മുടെ ചന്ദ്രയുടെ വീട് കേട്ടോ. നല്ല തിരക്കായിരുന്നു അവിടെ. പിന്നെ ഈ ഗുഹയ്ക്കകത്ത് പോയി കാറ് കൂവുക ഒക്കെ ആയിരുന്നു. അപ്പോൾ അവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്ത് തന്നത് നമ്മുടെ അരുണാണ് കേട്ടോ. അരുൺ ഞങ്ങളുടെ കൂടെ വന്നു, എല്ലാം ടേക്ക് കെയർ ചെയ്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. തോമുനും ചാക്കോയ്ക്കും ഭയങ്കര ഇഷ്ടമായി ചേട്ടനെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ എന്താ പറയുക, നല്ലൊരു ട്രിപ്പായിരുന്നു. സഡൻ പ്ലാനായിരുന്നു. ഈ പറഞ്ഞ പോലെ ആരുമില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഇത്രയും ഹോം സിക്നെസ് ഉണ്ടെന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഒരു സഡൻ ട്രിപ്പ്, ഷോർട്ട് ട്രിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് നമ്മളിനി തിരിച്ച് വീട്ടിൽ പോവാണ്. ഇപ്പോൾ ജീപ്പ് സവാരിക്ക് പോയപ്പോൾ തന്നെ നമ്മുടെ 2.5-3 മണിക്കൂർ അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇനി വീട്ടിൽ ചെല്ലുമ്പോൾ ഇനി അതിനേക്കാളും ശൂന്യത ഡിമ്പിളും പാച്ചും ഉണ്ടാവില്ല. അതൊക്കെ ഓർത്താണ് ഞാൻ ഈ വണ്ടിയിലിരിക്കുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ വണ്ടിയിൽ ഉറങ്ങാത്ത ഒരാളായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ഉറങ്ങും കേട്ടോ. ടയേർഡ് ആയതുകൊണ്ടാവണം, ഞാൻ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങും. ചാക്കോയ്ക്ക് സൂയിസൈഡ് പോയിന്റ് എത്തിയപ്പോഴത്തേനും വിജലംബിച്ച് പോയിട്ടോ. അപ്പോൾ നമ്മുടെ വാഗമൺ വ്ളോഗ് ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞില്ല, നമ്മളൊരു റിലാക്സേഷന് പോയതാണ്. പിന്നെ ഡോൺ ചേട്ടൻ്റെ ആഗ്രഹപ്രകാരം എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കണ്ടോളൂ കേട്ടോ.